വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർജെ. നമ്മളെന്നുള്ളത് കൊല്ലം നീണ്ടകര ഹാർബറിലാണ്. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ വന്നത് ഒരു 5:15 കൂടിയാണ്. രാവിലെ ഒരു 5:15 കൂടി വന്നപ്പോൾ തന്നെ നല്ല മീനുകളെല്ലാം വന്ന് ബോട്ടെല്ലാം വന്നിട്ട് ബോട്ടിൽ നിന്നെല്ലാം മീൻ വാരി ലേലം വിളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും നല്ല വലിയ മീനുകളായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന കണക്കത്തെ വലിയ ചൂരയും നെമ്മീനും തെരണ്ടിയും പലതരം മീനുകളുണ്ടായിരുന്നു നിറച്ച്. കൂടുതലും ഞാനിന്ന് നിറച്ച് വലിയ മീനുകൾ ലേലം വിളിക്കുന്ന സൈഡിലാണ് നിന്നത്. ഇവർ നീണ്ടകര ഹാർബറിൽ 2 സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. ഇച്ചിരി വില കൂടിയ മീനുകൾ അങ്ങേ അറ്റത്തും ചെറിയ വില കുറഞ്ഞ മീനുകൾ കയറി വരുന്ന ഭാഗത്ത് 2 സൈഡിലായിട്ടാണ് നിന്ന് ലേലം വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ മീനുകൾ വേണമെന്നുള്ളവർ നീണ്ടകര ഹാർബറിൽ നേരെ വന്നേച്ച് ഇത്തിരി അകത്തോട്ട് നേരെ ഹാർബറിന് അങ്ങേ അറ്റം സൈഡിലോട്ട് പോയാൽ മതി. അതായത് ഓൾമോസ്റ്റ് ഒരു മിഡിൽ സൈഡിലോട്ട്. അവിടെ കുറച്ചും കൂടി വലിയ മീനുകൾ കാണും. പൊതുവേ ഇപ്പം മീനിന് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ വലിയ റേറ്റുകളൊന്നും, അതായത് മാന്യമായ റേറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ഒത്തിരി വില കൂടിയതൊന്നും ഇല്ലായിരുന്നു. നിറച്ച് മീനുകളുണ്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് കാണാം. നല്ല വലിയ വലിയ മീനെല്ലാം ഇരിപ്പുണ്ട്. ഇതിൽ പകുതിയും ലേലം വിളിക്കാൻ വെച്ചിരിക്കുന്ന മീനാണ്. തെരണ്ടി ഇരിപ്പുണ്ട്. ആ തെരണ്ടിയുടെ വാലൊക്കെ മുറിച്ച് മാറ്റി അതിൻ്റെ കൊമ്പുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വെച്ചിരുന്നതാണ്. നെമ്മീൻ കുഞ്ഞ്, പലതരം മീനുകൾ നിറച്ച് കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ബോട്ടിൽ നിന്ന് ഇറക്കിയ ഉടനെ നേരെ ഹാർബറിൽ കയറ്റി ലേലക്കാരൻ്റെ മുമ്പിൽ വെച്ച് ലേലം വിളിച്ചതിന് ശേഷം അതിൻ്റെ വെയിറ്റ് തൂക്കി എത്ര കിലോ ഉണ്ട് ആ കിലോയ്ക്കനുസരിച്ച് വില കൊടുത്തതിന് ശേഷമാണ് ബോക്സിലാക്കി വീണ്ടും മാറ്റുന്നത്. ഇതെല്ലാം ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ മീൻ മേടിക്കാൻ വരുമ്പോഴത്തേക്കും നിറച്ച് വലിയ മീനുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാനും ഒരു രസമാണ്. അതേ കണക്ക് തന്നെ നമ്മുടെ ലേലക്കാർ ഈ ലേലം വിളിക്കുന്ന രീതി കാണാനും ഒരു രസമാണ്. അതിൽ ചിലരുടെ ലേലം വിളി ഭയങ്കര പ്രത്യേകതയാണ്. നല്ല രസമാണ്. നമ്മൾ നോക്കി നിന്നാൽ അത് കണ്ടുകൊണ്ട് നിന്ന് പോകും. അതേ കണക്കാണ് അവിടെ ലേലം വിളി. നല്ല ഫ്രഷ് ചൂരയൊക്കെ നിറച്ചുണ്ടായിരുന്നു. കൊട്ടയായിട്ട് വാരി ഇട്ട് ലേലം ശരിക്കും പടപടാ വന്ന് ലേലക്കാരും വന്ന് ലേലം വിളിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അതിനകത്ത് കച്ചവടക്കാരും ഉണ്ട്, സാധാരണക്കാരും ഉണ്ട്, ഹോട്ടലുകാരും എല്ലാവരും ഉണ്ട്. പലതരം മീനുകളാണ് ഈ കിടക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഈ കാണുന്നത്. ചെറിയ ചൂര എടുത്ത് കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ സാധാരണക്കാർ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് മേടിക്കാൻ വരുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ മീൻ എന്തെങ്കിലും ആവശ്യത്തിന് അച്ചാറിടാനോ അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ മേടിക്കാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മീൻ കട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ ഒരു 6-7 പേരോളം ഇരിപ്പുണ്ട്. അവരോടടുത്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മീൻ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസുകളാക്കി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അവർ വെട്ടി പീസാക്കി തരും. അതിൻ്റേതായ ഒരു ചാർജ് മാത്രം അവർ കൊടുത്താൽ മതി. ഇതൊരു കോരം വള്ളത്തിൽ നിന്ന് അതിൻ്റെ സ്റ്റോറേജിൽ നിന്ന് മീൻ വാരിയിടുന്നതാണ്. നെമ്മീനും അല്ലാതെ വേറെ പല മീനുകളും വാരിയിടുന്നതാണ്. അതിൻ്റെ മേളിൽ ചൂരക്കുഞ്ഞുങ്ങൾ അവർ ഐസോട് ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റോറേജിൽ 2 സൈഡിലായിട്ട് 2 പേര് നിൽപ്പുണ്ട്. ഒരാൾ ചെറിയ മീനും വാരുന്നു, ഒരാൾ വലിയ വലിയ മീനും വാരുന്നു. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം വിചാരിക്കണം, ഈ സ്റ്റോറേജിനകത്ത് ഐസും കൂടി വാരി ഇട്ടിട്ട് അതിനകത്താണ് അവർ ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ എന്തും വേണ്ടി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നിങ്ങളത് മനസ്സിലാക്കണം. ഇത് ചെറിയ വള്ളത്തിൽ ചൂരകൾ നിറയ്ക്കുകയാണ്. ഇത് കൊട്ടയെ കയറ്റി ഹാർബറിലോട്ട് ലേലം വിളിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതിനകത്തും സ്റ്റോറേജിലൊരു ചേട്ടൻ ഇറങ്ങി നിൽപ്പുണ്ട്. അതിനകത്ത് ആ സ്റ്റോറേജിൽ നിന്നാണ് അവർ വാരിയെടുക്കുന്നത്. അങ്ങനെ ഇവരെല്ലാം പിടിച്ചതിന് ശേഷം വലയ്ക്കകത്ത് നിന്ന് കടലിനുള്ളിൽ തന്നെ നിന്ന് അയച്ചിട്ട് സ്റ്റോറേജിൽ മാറ്റി വെക്കും. എന്ന് പറഞ്ഞാൽ ഇവർക്ക് കടലിൽ നിന്ന് വരുന്ന കടലിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. മേളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം തെറിച്ച് വെള്ളത്തിൽ പോകും. ആ സമയത്ത് ചിലപ്പം ഒത്തിരി ഉള്ളിലാണ് വരാൻ ലേറ്റൊക്കെ ആവുകയാണെങ്കിൽ അവർ സ്റ്റോറേജിലിട്ട് സൂക്ഷിച്ച് ഐസിട്ട് റെഡിയാക്കി വെക്കും. വേറൊരു വെള്ളം കൂടി കാണിച്ചു തരാം. അതിനകത്ത് അത്രയും വലിയ സ്റ്റോറേജാണ്. അതിനകത്ത് നിറച്ച് ചൂര കുഞ്ഞാണ്. 2 ബോക്സുണ്ട്. ഈ 2 ബോക്സ് അല്ലാതെ അപ്പുറത്തെ വെള്ളത്തിലുമുണ്ട്. അതിലും ഇതിനൊക്കെ ചൂരക്കുഞ്ഞാണ്. ഇവരാ ചൂരക്കുഞ്ഞ് വാരി കൊട്ടയിലിടുകയാണ്. നിങ്ങൾക്ക് ആ ബോക്സിൻ്റെ സൈസും മീനും കാണുമ്പോൾ അറിയാം എന്തും വേണ്ടി മീൻ അതിനകത്തുണ്ടെന്ന്. ചൂരമീൻ അത് നല്ല ഫ്രഷ് ചൂരയാണ്. ചൂരമീൻ മിക്ക വള്ളക്കാരുടെയും ഉള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും പെട്ടെന്ന് മീൻ വാരി ബോക്സിലോട്ട് നിറയ്ക്കുന്നുണ്ടായിരുന്നു. 2-3 പേരൊക്കെ ആയിട്ട്. അപ്പോൾ അവരങ്ങനെ നിറയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിറ്റ് മീൻ തീർത്ത് അവർക്ക് അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ്.
അതുകൊണ്ടാണ് ഇവരിങ്ങനെ പെട്ടെന്ന് എല്ലാം വാരി വാരി ഇടുന്നത്. ഈ മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം ലേലം വിളിച്ച് മാറ്റി കൊട്ടയിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു കൂട്ടം 2-3 പേര് ചേർന്ന് ലേലം വിളിച്ചേച്ച് കൊട്ടയിൽ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ സൈഡിലെല്ലാം കാണുന്നതെല്ലാം നിങ്ങൾ ഒത്തിരി മീനുണ്ട്. മിക്ക മീനുകളും അവർ ലേലം വിളിച്ചിട്ടുണ്ട്. അതായത് ചൂര, നെമ്മീൻ, തെരണ്ടി, അങ്ങനെ പല മീനുകളും അവർ ലേലം വിളിച്ച് മാറ്റിയിട്ടുണ്ട്. 2 തെരണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. തെരണ്ടിക്കകത്ത് അതിനകത്ത് വാലുമൊക്കെ ഇപ്പോഴും ഉണ്ട് അതിനകത്ത്. മീൻ ഒരു മൂന്നുണ്ട് മാറ്റി തരും. ഞാൻ ആരും പറഞ്ഞു മോശമായി മീൻ മാറി തരും. 500 രൂപ 500 രൂപ 500 രൂപ 500 രൂപ 500 രൂപ 500 രൂപ പിടിച്ചു പോയി. മീൻ ഒരു മീൻ മോശം മാറി തരും. 31 കാണ്ട് 30 ഇത് കൊട്ടയിൽ മാറ്റി വെച്ചിരിക്കുന്ന നെമ്മീനാണ് ഈ ഇരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആ ചേട്ടൻ അവിടെ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള ചൂര അതിൽ നിന്നെടുത്ത് മാറ്റുന്നുണ്ട്. അതിൽ കൊള്ളാത്ത ചൂര അതിനകത്തുനിന്ന് മാറ്റുന്നുണ്ട്. അതായത് ഇച്ചിരി ഞെങ്ങി പതിഞ്ഞ ചൂരകളെടുത്ത് മാറ്റുന്നുണ്ട്. ഒന്നും ചീഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഈ വെയിറ്റ് എല്ലാം ഇടിച്ചു കൂടി നിന്നിട്ട് ചിലത് ഞെങ്ങി പതിഞ്ഞതൊക്കെ അവർ അതിനകത്തുനിന്ന് മാറ്റുന്നുണ്ട്. നല്ല നല്ലതെല്ലാം അവർ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്.
ഇത് വീണ്ടും ചൂര വള്ളത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. ബോട്ടിൽ നിന്നൊക്കെ നെമ്മീനും ചൂരമീനും ഒക്കെ വാരി വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാമാണ് ഇന്ന് ഞാൻ കൂടുതലും പോയി എടുത്ത വീഡിയോസ്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ഈ നെമ്മീനും അതൊക്കെ തന്നെയാണ്. നെമ്മീനൊക്കെ ഇപ്പം നല്ല വില കുറഞ്ഞ് നിൽക്കുകയാണ്. നോർമലി ഉള്ള ടൈമിലൊക്കെ ഇപ്പം നിലവിൽ കിട്ടുന്ന വിലയ്ക്കൊന്നും നിങ്ങൾക്ക് നെമ്മീൻ കിട്ടില്ല. ഇതൊരു ചേച്ചി വാങ്ങിച്ച് മാറ്റിയിട്ടിരിക്കുന്ന മീനാണ്. ഈ കാണുന്ന രണ്ട് കൊട്ടയും ആ ഒരു വലിയ മീനും. അപ്പോൾ അതുകൂടാതെ തന്നെ ചെറിയ ചെറിയ മീനുകളും ഉണ്ട്. അവരത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഐസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വാരി കൊട്ടയിലോ കൊട്ടൊക്കെ ഇടുമായിരുന്നു. ഇതൊക്കെ ഓൾറെഡി ലേലം വിളിച്ചെടുത്ത മീനാണ്. അവരത് കൊട്ടയിലോട്ട് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനുള്ള എളുപ്പത്തിന്. അതാണ് ഈ കാണുന്നത് നിങ്ങൾ. ഈ വെച്ചിരിക്കുന്നതെല്ലാം ബോക്സിലാക്കി വണ്ടിയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ഐസും കൂടി ഇട്ടത് ബോക്സിലാക്കി വണ്ടിയിലോട്ട് ഉടനെ തന്നെ കയറ്റും. ഇതെല്ലാം നല്ല വലിയ മീനാണ്. ലേലം വിളിച്ചെടുത്തതാണ്.
നിങ്ങളിപ്പോൾ കണ്ട 2 കൊട്ട വാള 10,400 രൂപയ്ക്കാണ് ലേലം വിളിച്ച് പോയത്. അത്രയും മീൻ. ഇതൊക്കെ ലേലം വിളിച്ചത് അവർ ബോക്സിലോട്ട് വാരിയിടുകയാണ്. ഇവർ നേരെ കൊണ്ടുവന്ന് ഇതിനൊക്കെ കൊട്ടയിലും ബാക്കി ഇങ്ങനെ താഴെ കൂടി ചേർത്തിട്ടിട്ടാണ് ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വാരിയിട്ടതിന് ശേഷമാണ് ഇവർ ലേലം വിളിച്ചതിന് ശേഷം വെയിറ്റും ഒക്കെ തൂക്കി നോക്കിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോസ് നമ്മൾ ഉടനെ വരുന്നതാണ്. നമ്മൾ കൊല്ലത്തുള്ള പല ഹാർബറിലും പോയി വീഡിയോസ് എടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രീം ട്രാവൽ.